ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ പേര് മന്ത്രിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണൂ. ഇവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന ഉദ്ദേശശുദ്ധി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കുറച്ച് കാർഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് ലവ് മെസ്സേജസ്, ഏഞ്ചൽ മെസ്സേജസും എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ വ്യക്തിയുടെ പേര് നല്ല രീതിയിൽ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഈ ഒരു റീഡിങ് കാണണം. അപ്പൊ ഈ പേഴ്സണ് നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്നത് നിങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ തീർച്ചയായിട്ടും ഒരു ഇൻകംപ്ലീഷൻ ഉണ്ട്. ഇൻകംപ്ലീഷൻ എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണതയില്ലായ്മ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ മേ ബി അത് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നുണ്ടാകാം, ഇല്ല എൻ്റെ ലവ് സക്സസ്ഫുൾ ആണ്, ഞാൻ ഓക്കെ ആണ്, എക്സെട്ര എക്സെട്ര, ആ ഒരു രീതിയിൽ പോസിറ്റിവിറ്റി ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും എന്തുകൊണ്ടോ എവിടേക്കോ പാളിച്ചകൾ പറ്റിക്കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ സ്വഭാവം കൊണ്ടാണോ എന്നുള്ളത് നല്ല രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ന്യൂ സ്റ്റാർട്ടപ്പിന്റെ ആവശ്യകതയുണ്ട്. ഈ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇനിയും മെച്ചപ്പെടുത്താനുണ്ട്. അതായത് അൺഫിനിഷ്ഡ് എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തിയുടെ ഫീലിങ്സ്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടു പേർക്ക് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ രണ്ടു പേരും കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ, ഒരുപക്ഷെ പെട്ടെന്ന് കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും പൊരുത്തപ്പെടാനായിട്ട് കുറച്ചുകൂടി സമയം വേണ്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ലവർ മേ ബി മറ്റുള്ളവർക്ക് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടാകാം. അതായത് ഫ്രണ്ട്സിന് അല്ലെങ്കിൽ കൂടെയുള്ളവരാരാണോ അവർക്ക് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരായിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ആ ഒരു നിങ്ങളുടെ അവസ്ഥ എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും കൂടെ പുനരുത്ഥാനം ചെയ്യണം. അതായത് പഴയ ഒരു കാര്യം പൊളിച്ച് കളഞ്ഞ് ക്ലീൻ ആക്കി എന്താണ് നമ്മൾ പുതുക്കി പണിയാന്ന് പറയില്ലേ, അല്ലെങ്കിൽ അത് ആ പഴയ സാധനം മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി ഒരു പുതിയ സാധനം ഫിക്സ് ചെയ്യാം. അതുപോലെ റീജനറേഷൻ ആണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെള്ളം കിട്ടാണ്ട് ഉണങ്ങിയിരിക്കുന്ന ഒരു ചെടിയുടെ അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. സോ ആ ഒരു ചെടി തളിർത്ത് ഭംഗിയായിട്ട് ഗ്രീനിഷ് ആയിട്ട് വരണമെങ്കിൽ തീർത്തും നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ചേ പറ്റൂ, യൂസ് ചെയ്തേ പറ്റൂ. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ലവ് സ്പെൽസ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പ്രണയ സംബന്ധമായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ പ്രയർ ചെയ്യണമെങ്കിൽ അങ്ങനെ. ഇനി ഒന്നുമല്ല എന്നാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട്, ബട്ട് എന്നിട്ടും വർക്കൗട്ട് ആകുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് കുറച്ചും കൂടി ഒരു പ്യൂരിറ്റിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തകളാകാം, നിങ്ങളുടെ സംസാര രീതിയാകാം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളാകാം. സോ എന്തുകൊണ്ടോ എവിടേക്കോ നിങ്ങൾക്ക് ഈ വ്യക്തിക്കും പാളിച്ചകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ചു പറയുന്നു,
ഈ വ്യക്തിയുടെ ഭാഗം ന്യായീകരിച്ച് പറയുന്നു. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ പരസ്പരം അവനവന്റെ ന്യായീകരണം മാത്രം ചെയ്തുകൊണ്ട് കാര്യമായില്ല. ഇവിടെ തീർത്തും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ചിലപ്പോൾ ഒന്ന് താഴ്ന്ന് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒട്ടും റൊമാൻറ്റിക് അല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പല കാര്യങ്ങൾക്ക് കൂടുതലും പ്രാധാന്യം കൊടുത്ത് ഈ വ്യക്തിയായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറവ് ഇത് കൊടുക്കുന്നുണ്ടാകാം. സോ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് ഈ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ കംപ്ലീഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളും കൂടെ വിചാരിക്കണം. ഓക്കെ, അതുപോലെ ഈ പേഴ്സൺ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർത്തും ഈ വ്യക്തിയായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമാകുന്നില്ല, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യം മാറ്റണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തീർത്തും തുറന്ന് പറയണം. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വെക്കുന്നുണ്ട്, അത് മുന്നോട്ട് പോകെ ശരിയായിക്കോളും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ചില കാര്യങ്ങൾ അങ്ങനെ ശരിയാകും, നാച്ചുറലായിട്ട് ശരിയാകും. ചില കാര്യങ്ങൾ വിൽ ബി നോട്ട്, അത് ശരിയാവില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ ആകാണ്ട് ഒരിക്കലും അത് ശരിയാകില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. സോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ചിന്തിച്ച് കാട് കയറുന്നുണ്ട്, ഒരുപാട് ചിന്തിച്ച് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. അതൊരു ഫൂളായിട്ടുള്ളൊരു കാര്യമാണത്. ഒരു മണ്ടത്തരമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ചിന്തിച്ച് സ്വയം ഇത് ചെയ്ത് മറ്റുള്ളവരോട് പരാതി പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പോയിട്ട് കാര്യമില്ല. നിങ്ങളും കൂടെ ആക്ഷൻ എടുക്കേണ്ട ആവശ്യകതയുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ എല്ലാം ഒരു അൺഫിനിഷ്ഡ് സ്റ്റോറി ആയിട്ടാണ് കിടക്കുന്നത്. കാരണം പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാനുണ്ട്. യെസ്, അൺറിക്വയർഡ് ലവ് ആണ്. There is not enough attraction or chemistry to keep this relationship going. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ അട്രാക്ഷൻ, ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് രണ്ടുപേരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ്, ആ ഒരു റൊമാൻറ്റിക് ഫീലിംഗ്, ആ ഒരു നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ആ ഒരു കഴിവ്, ക്ഷമ, സ്നേഹം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതർവൈസ് ഇത് എൻഡ് അപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹേർട്ടഡ് എനർജി ടു അതേഴ്സ്. ഓക്കെ, കുറച്ച് ഫ്ലേർട്ടിങ് എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെ ഒരു തോന്നലുണ്ടാകാം, ഈ പേഴ്സൺ ഇല്ലെങ്കിൽ എനിക്ക് വേറെ ആളെ കിട്ടും. ഓക്കെ ഫൈൻ, അത് നിങ്ങളുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ ഈ ഒരു സെയിം ചിന്ത ആ പേഴ്സൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കുക. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ, നിങ്ങൾ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു അത്രയും ഒരു എന്താ പറയാ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ അട്രാക്ഷൻ അല്ല, അത്രയും ഒരു കണക്റ്റീവ് ആയിട്ടുള്ള സംസാരമൊന്നും നിങ്ങൾക്കിടയിൽ നടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞ പേഴ്സണൽ ആയിട്ടുള്ള സംസാരമൊന്നും നിങ്ങൾക്കിടയിൽ നടക്കുന്നില്ല. സോ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ രണ്ടുപേരും കള്ളങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സണോടാണെങ്കിലും ആ പേഴ്സൺ നിങ്ങളോടാണെങ്കിലും കള്ളങ്ങൾ പറയുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ചെറിയ കള്ളങ്ങൾ പറയാം, പക്ഷെ ഒരുപാട് എക്സ്ക്യൂസസും കള്ളങ്ങളും പറയുമ്പോൾ അതത്ര നല്ലതാവില്ല. അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. തീർച്ചയായിട്ടും നിങ്ങളെയും ഈ പേഴ്സണെയും തമ്മിൽ അകറ്റുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ഒരു അഡിക്ഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ പേഴ്സണെ ഏറ്റവും കൂടുതൽ താല്പര്യം കൂട്ടുകാരോടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യം കൂട്ടുകാരോടോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കോ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ 100% ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പൂർണ്ണത കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് മൂവ് ഓൺ. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ രണ്ടുപേരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോൾമേറ്റ് ആണ്. ഓക്കെ, സോ അത് മനോഹരമായിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഡ്യൂട്ടിയാണ്.
അത് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ എൻഡ് അപ്പ് ചെയ്യുക, നിർത്തിവെക്കുക. അതല്ല കൊണ്ടുപോകണം എന്നാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇതിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശശുദ്ധിയാണ് നോക്കിയത്. ഉദ്ദേശശുദ്ധി നമുക്ക് കാര്യമായിട്ടൊന്നും ഇവിടെ പറയാൻ പറ്റുന്നില്ല. കാരണം അൺഫിനിഷ്ഡ് സ്റ്റോറിയാണ്. അതായത് പൂർണ്ണതയോട് കൂടി കിടക്കാതെ പൂർണ്ണതയില്ലാത്തൊരു കഥ, അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തിച്ച് കാട് കയറുന്നുണ്ടാകാം, മറ്റുള്ളവരോട് പറയുന്നുണ്ടാകാം, ചർച്ച ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പറയേണ്ട ആളോട് നിങ്ങൾ നേരിട്ട് മുഖത്ത് നോക്കി നിങ്ങൾ പറയണം, നിങ്ങളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം, നിങ്ങൾക്ക് ഹേർട്ട് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയണം, നിങ്ങളുടെ പരാതികൾ എന്താണോ അത് പറയണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് തുറന്ന് പറയണം. അപ്പോഴാണ് അവിടെ ഒരു ഇംപ്രൂവ്മെന്റ് വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ആ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് തുറന്ന് പറയാം, നിങ്ങളത് പോയിന്റ് ഔട്ട് ചെയ്യുക, അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടന്നത് കൊണ്ടോ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ എനർജി മൊത്തം കളഞ്ഞ് അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.